ഹായ് ഗൈസ്, ആസിഫ് അലി റീസെന്റ് ആയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ഈ ഒരു പടത്തിന്റെ സ്റ്റോറി കഥ കേട്ടപ്പോൾ അടിപൊളിയാണെന്ന് തോന്നി. അപ്പൊ നേരെ പോയി മമ്മൂക്കോട് സമ്മതം ചോദിച്ചു, പിന്നെ ഒന്നും നോക്കിയില്ല എന്ന് പറഞ്ഞു. ആസിഫ് അലി അനശ്വര പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ രേഖാചിത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് പോയി പടം കണ്ടപ്പോൾ മനസ്സിലായി ആ പറഞ്ഞ വാക്ക് ടോട്ടലി ട്രൂത്ത്ഫുൾ ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി ലൈനാണുള്ളത്. ഇഷ്ടംപോലെ ത്രില്ലർ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടംപോലെ വരുന്നൊരു കാറ്റഗറി ഓഫ് പടമാണ് ത്രില്ലർ. ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ കഥാരീതിയാണ്. എങ്ങനെ സ്റ്റോറി ഈ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് പഴയ സംഭവങ്ങളായിട്ട് പുതിയ സംഭവങ്ങളായിട്ടെല്ലാം കണക്ട് ചെയ്ത് ഇത്ര അടിപൊളിയായ ഒരു സ്റ്റോറി ഉണ്ടാക്കിയത് കിടലാണ്. പിന്നെ പടം എന്ന് പറയുന്ന ഒരു ഫീലാണ്. ആ ഒരു കഥാപാത്രങ്ങളുടെ ഇമോഷനിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അടിപൊളി അഭിനയിച്ചിട്ടുണ്ട് ആസിഫ് അലി. എനിക്ക് തോന്നുന്നു ആസിഫ് അലി കിഷ്കിന്ദ കാണാൻ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഈ ഒരു ലൈനിൽ കുറെ സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു ലെവൽ ഓഫ് സിനിമയായിട്ടുണ്ട്. കിടിലൻ മിസ്റ്ററി ത്രില്ലർ പടമാണ്. എന്തായാലും 2025 ഫസ്റ്റ് ഹിറ്റ് ആവാൻ എല്ലാ സാധ്യതയും പടത്തിനുണ്ട്. ഒരുപാട് ഇമോഷണൽ മൊമെന്റ്സ് ഉണ്ട്. ഈ സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സിനോട് അടുത്തല്ല ഒരുപാട് ഇമോഷണൽ ആവുന്ന കേസ് എന്നതിനപ്പുറം ആ ഒരു കഥാപാത്രമായിട്ടുള്ള ഒരു ബന്ധം അഭിനയിക്കുന്ന ഒരുപാട് നല്ല ഇമോഷണൽ രംഗങ്ങളുണ്ട്. എല്ലാം അടിപൊളിയായി ആസിഫ് അലി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു മെമ്മറബിൾ നമ്മുടെ മനസ്സിൽ ബാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് അനശ്വര രാജൻ. കിഡിലോസ്കി പെർഫോമൻസ്. നമ്മളിങ്ങനെ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിൽ നിൽക്കും. ഒരുപാട് അഭിനയിക്കേണ്ട മൊമെന്റ്സ് ഉണ്ട്. പുള്ളിക്കൊരു ഹൈ ക്യാരക്ടറായിട്ട് ചില സമയങ്ങളിൽ കാണിക്കുന്നുണ്ട്, കുറച്ച് ലോ ആയിട്ട് കാണിക്കുന്നുണ്ട്, നല്ല ഇമോഷണൽ ആവുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഒരുപാട് അഭിനയിക്കാനുള്ള ഒരു ക്യാരക്ടറാണ്. അതിനെ നല്ല സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർമ്മയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സിദ്ദിഖ് ഉണ്ട്, ചെറിയൊരു റോളിലുണ്ട്. പിന്നെ മനോജ് കെ ജയനുണ്ട്. എല്ലാ നടത്തത്തിലും ആ ഒരു ആറ്റിറ്റ്യൂഡിലും എല്ലാത്തിലും ആ ഒരു സംഭവം സൂപ്പറാണ്. വില്ലൻ എന്നുള്ളൊരു കാറ്റഗറി പുള്ളിക്കാരന് ഭയങ്കര കൈയടക്കത്തോടുകൂടി ചെയ്യാമെന്ന ഒരു റോളാണ്. അത് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകനുണ്ട്, പിന്നെ ഷഹീൻ സിദ്ദിഖ് ഉണ്ട്, നന്ദു, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ക്യാരക്ടറിൽ വന്ന കുറെ ആൾക്കാരുണ്ട്. സറിൻ ഷിഹാബ് പറഞ്ഞൊരു പെണ്ണ് ഇത് അഭിനയിക്കുന്നുണ്ട്. അതായത് ഒരു ക്യാരക്ടറിന്റെ പ്രീവിയസ് റോളായിട്ട് അഭിനയിക്കുന്നുണ്ട്. കിട്ടു ആക്ടിങ്, കിട്ടു നല്ല അഭിനയമായിട്ടുണ്ട്. പിന്നെ നമ്മള് പഴയ വിനീത് മോനിഷ പടം ഉണ്ടായിരുന്നു അകക്ഷതങ്ങളില്. അതിലൊരു നടി ഉണ്ടായിരുന്നു സലീമ. ആ ക്യാരക്ടർ വരുന്നുണ്ട് ഇതില്. കിഡ്ലോസ്കി ആയി ചെയ്തിട്ടുണ്ട്. മനോജ് കെ ചെറുപ്പകാലം അഭിനയിച്ച ആള് പുള്ളിക്കാരൻ കിടുവാക്കി ചെയ്തിട്ടുണ്ട്. ഓരോ കാസ്റ്റും ചെറുപ്പകാലം ചെയ്തതിൽ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. അവരുടെ മുഖമായിട്ട് നല്ലൊരു സിമിലാരിറ്റി ഉള്ള കാസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇതിന്റെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോന്റെ സെക്കൻഡ് പടം, പ്രീസ്റ്റ് ആണ് ഫസ്റ്റ് പടം. ഈ പടം കണ്ടാൽ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാവും, പുള്ളി എന്തായാലും ഒരു മമ്മൂക്ക ഫാനാണ്. അങ്ങനത്തെ മൊമെന്റ്സ് കുറച്ച് ഉണ്ടായിരുന്നു പടത്തില്. നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അടിപൊളി ഡയറക്ഷൻ ആയിരുന്നു. ഒട്ടും ലാഗില്ല. നമുക്ക് മിഡിലൊരു സംശയമോ ഒന്നുമില്ല. ഭയങ്കര ക്വിക്കായിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഇന്റർവൽ ആയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ആ രീതിയിലുള്ള സ്പീഡിലായിരുന്നു പടം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കിടുവായിട്ടുണ്ട് മുജീബ് ജീതിന്റെ മ്യൂസിക്. കിഷ്കിന്ദാണ് മ്യൂസിക് ചെയ്ത പുള്ളി തന്നെയാണ്. ഓരോ സീൻ കഴിയുമ്പോൾ നെക്സ്റ്റ് സീനിലോട്ട് വരുമ്പോൾ അതിന്റെ ഒരു പേസ് നടത്താൻ പുള്ളി ഇട്ട മ്യൂസിക് അടിപൊളി ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറി പറയുന്നത് രാമു സുനിലാണ് ഇതിന്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ കിടു സ്റ്റോറി ആയിട്ടുണ്ട്. ഈ പടത്തിന് ഇത്ര ത്രില്ലിംഗ് ആക്കുന്നതിന്റെ സ്റ്റോറി ലൈനാണ്. ഇത് തിരക്കഥ രാമു സുനിലും അതുപോലെ തന്നെ ജോൺ മന്ത്രിക്കൽ എന്ന് പറയുന്ന രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ്. പഴയ കാലത്ത് സിനിമയുടെ ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് ട്രെയിലറിലൊക്കെ ഒരു ഹിന്റ് കിട്ടുന്നുണ്ട്. അതിന് ഇപ്പോഴത്തെ പ്രസന്റ് കാലം ലേറ്റസ്റ്റ് ആയ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കണക്ട് ചെയ്ത് ഭയങ്കര എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇതൊരു സിനിമക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ആ രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കഥയെ കണക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയ ചില ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കാണിക്കുന്നുണ്ട് യൂട്യൂബില്. അത് കണക്ട് ചെയ്തൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓരോ ക്യാരക്ടർ കാണിച്ചത്, അതിന് ചെറുപ്പകാലം കാണിച്ചത് എല്ലാം നൈസ് ആയിട്ടുണ്ട്. മമ്മൂക്ക ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ മമ്മൂക്കാനെ കാണും AI വെച്ചിട്ട് മമ്മൂക്കാനെ. പിന്നെ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് തന്ന ഡയറക്ടർ ഭരതൻ എല്ലാം AI വെച്ച് നമ്മളെ മുന്നിൽ കാണിക്കുന്നുണ്ട്. AI സംഭവങ്ങൾ കാണിച്ചതൊക്കെ നമുക്ക് റിയലിസ്റ്റിക് ആവുന്ന രീതി തന്നെയാണ്. കാരണം അതിങ്ങനെ സൈഡിന്നോ ബാക്കിന്നോ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ മുന്നിന്ന് മുഖം കാണിക്കും, ഡയലോഗ് പറയുന്ന, ഇമോഷൻ കാണിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. സംഭവങ്ങളെല്ലാം കറക്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ കിടു വർക്ക്. തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാനുള്ള സാധനമുണ്ട്. നല്ല ത്രില്ലിംഗ് ആയ നല്ല മൊമെന്റ്സ് ഉണ്ട്. നമുക്ക് ഒരു ഹൈപ്പ് തരുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. മിസ്റ്ററി ഉണ്ട്. കിടു മിസ്റ്ററി ത്രില്ലർ പടം. ഈ പടം കണ്ടിറങ്ങിയപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു ത്രില്ലർ വെറൈറ്റി രീതിയിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റോറി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. സ്ഥിരം കാണുന്ന ഒരു ത്രില്ലർ രീതികളും ഇപ്പൊ മേക്കിങ്ങിൽ അടിപൊളിയായിട്ട് ത്രില്ലർ പടങ്ങൾ വരാറുണ്ട്. പുതിയതായ ഒരു സ്റ്റോറി വരാറില്ല. ഇതൊരു പുതിയതായ ഒരു സ്റ്റോറിയാണ്. തീർച്ചയായിട്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. അപ്പൊ അത്രയും നിങ്ങൾ പടം കണ്ടേ, നിങ്ങൾക്ക് എന്താ ഈ പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? ആസിഫ് അലി എങ്ങനെയുണ്ട്, അനശ്വരി എങ്ങനെയുണ്ട്, നമ്മുടെ മമ്മൂക്ക എങ്ങനെയുണ്ട്, AI പരിപാടികൾ, പടം എങ്ങനെയുണ്ട്, പടം എന്ത് ഫീൽ ആയി നിങ്ങൾക്ക് തരുന്നത് എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.